ഐറ്റംസുകൾ നമ്മൾ വേണമെങ്കിൽ കൊടുക്കും ആൾക്കാർക്ക് അല്ലേ, പരിചയക്കാരുണ്ടാവും അല്ലേ. ആ പിന്നെ ഇവിടുത്തെ കൃഷികളെ കുറിച്ച് മൊത്തത്തിൽ പറയും, എന്തൊക്കെയാ മൊത്തത്തിൽ സ്പീഡിൽ പറയോ? കരിമ്പ്, ഇവിടെ എന്തെങ്കിലും കരിമ്പുണ്ട്, വെള്ളുള്ളി, വലിയ ഉള്ളി, തക്കാളി, അവര, പയറ്, പിന്നെ നിത്യവഴുതിരിങ്ങ, കോളിഫ്ലവർ ഉണ്ട്. പിന്നെ അത് പീസ് ലില്ലി, മറ്റേ അതെന്തോ ഒരു സാധനം ഓർക്കിഡ്, ആന്തൂറിയം, പിന്നെ ഒരു ജാതി ചോളം പോലത്തെ. ശരി. ഇനി ചെണ്ടുമല്ലി നമ്മളിങ്ങനെ പിന്നെ അമ്പലത്തിലേക്ക് വേണ്ട പൂക്കൾ എന്തൊക്കെയാ ചെയ്യുന്നത്? അതിനുള്ളത് കൊടുക്കുന്നുണ്ട്. പൂക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെണ്ടുമല്ലിയും പിന്നെ ആ ഒരു കൃഷ്ണ തുളസിയോ അങ്ങനെ എന്തോ. കരിമ്പും വേണമെങ്കിൽ ഹോമങ്ങൾ പൂജകളൊക്കെ കൊടുക്കുമല്ലോ. പിന്നെ വെണ്ടയ്ക്ക അതൊക്കെ കൊടുക്കും. അപ്പൊ നമ്മൾ ഈ ചെണ്ടുമല്ലി ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് എന്താണ് അതിന്റെ കീടങ്ങളുടെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ അങ്ങനെ അതിനെ കുറിച്ച് പറയോ? എനിക്ക് കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് വേറെ കീടങ്ങളോ ഞാൻ ഒരു മരുന്നോ എനിക്ക് ഫെർട്ടിലൈസർ അടിക്കേണ്ട കാര്യം വരുന്നില്ല. കൃഷിയുണ്ട്, നിങ്ങൾക്ക് 1 ഏക്കറിലേറെ കൃഷിയുണ്ട്. അവിടെ തുടങ്ങിയിട്ടുള്ള കൃഷി മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ആ കൃഷികൾ. ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ചാഴിക്കേടിനുള്ള മരുന്നുകൾ അധികം ഞാൻ മരുന്ന് അടിക്കുന്നില്ല. ഞാൻ എല്ലാം ജൈവപരമായിട്ടുള്ള എന്റെ രീതിയാണ് ചെയ്യുന്നത്. പല രോഗങ്ങളും അതിന് കാരണം. പടുവണങ്ങിയും കയ്പയ്ക്കുള്ള കാര്യം പറഞ്ഞില്ല. പിന്നെ ഞാൻ എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ബാക്കി വളവുകളിലൊക്കെ ഞാൻ തന്നെ. നമുക്ക് ഏറ്റവും വലിയ തലവേദന ഈ പുല്ല് വളരലാണല്ലേ. അല്ല, അത് ഞാൻ എപ്പോഴും പറിച്ചുകൊണ്ട് മണ്ണൊന്ന് ഇളക്കിക്കൊണ്ടിരുന്ന അത് വരില്ല. എന്റെ പണികൾ ഇങ്ങനെ. അപ്പൊ വേനലിലും ഇവിടെ വെള്ളം ഈ തടാകത്തിൽ നിന്നൊക്കെ എടുത്ത് ചെറയിൽ അങ്ങനെ കെട്ടിയിട്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് എപ്പോഴും ഒരു ടൈറ്റ്. അപ്പൊ ഇതിന് കീടങ്ങൾ നമ്മളിത് ചെയ്യുന്നത് നല്ലതായിരിക്കില്ലേ? നമ്മൾ ചെണ്ടുമല്ലി അങ്ങനെയുള്ളത് വെക്കുന്നത്. ഇതിന്റെ വിത്തുകളൊക്കെ എവിടെ നിന്നും അങ്ങനെ? ഇതെല്ലാം ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിക്കിട്ട് വന്നിട്ട് ഇപ്പൊ എനിക്ക് 10 വർഷത്തിന് ശേഷം ഞാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. ചേട്ടൻ ചെയ്യുന്നത് വലിയൊരു നല്ല കാര്യമാണ്. കാരണം എല്ലാവർക്കും പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പല മറ്റെന്താ പറയാ മറ്റേ രാസ കീടനാശിനികൾ അതൊക്കെ. ഇപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ കുടുംബ പോലീസിലാണ് ജോലി കഴിഞ്ഞാൽ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു മോൻ, അവൻ 10ാം ക്ലാസ് കഴിഞ്ഞു ഇരിക്കുന്നു. +2 വരുമല്ലോ. റിസൾട്ട് കഴിഞ്ഞിട്ടില്ല, വാല്യൂഷൻ നടക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്കും താല്പര്യമുണ്ട് ഇത്തരം ചെടികളോടൊക്കെ. കുടുംബത്തിനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അവർക്കും വൈഫിനൊക്കെ താല്പര്യം. അവിടെ സ്റ്റേഷനിലേക്കും കുറെ പൂക്കൾ, അത് ചെടികൾ, അതൊക്കെ വേണമെങ്കിൽ ആവശ്യം. പൂജയൊക്കെ ആയി കഴിഞ്ഞാൽ പൂജയ്ക്ക് വേണ്ടി അവർക്കൊരു കടയെ നിർത്തും. അമ്പലത്തിലോ? അല്ല, അവരുടെ പൂജ അവർ സ്റ്റേഷനിൽ ഇതിനുവേണ്ട പൂക്കളോ വല്ലതൊക്കെ വേണം. ഓണത്തിന് പൂക്കൾ ഇവിടെ കൊണ്ടുപോകും. പൂക്കൾ ഇടുന്നതിന് വേണ്ട പൂക്കളൊക്കെ. മാത്രമല്ല ഇതൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ വളരെ വ്യത്യസ്ത കളേഴ്സ് ആയിരിക്കും. നിറയെ ചെടികൾ നന്നായിട്ട് ശക്തമായി വളർന്നിട്ട് അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഫുൾ ചെടികളാവും. ആ അപ്പുറത്തെ പ്ലോട്ടും താങ്കളുടെ. ശരി ശരി ശരി. അതിന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുണ്ട്. പുല്ല് വെട്ടുന്ന മെഷീൻ ആരെയും കൊണ്ടുവന്നിട്ട് അതിനൊന്ന് വെട്ടിയിട്ട് ഇനി അതിൽ കുറച്ച് മഞ്ഞളുണ്ട്. മഞ്ഞൾ പറഞ്ഞ പുതിയൊരു ഐറ്റം മഞ്ഞൾ വന്നിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്യാമ്പിന് പോയപ്പോൾ കിട്ടിയത് 1 കിലോ. അത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മഞ്ഞൾ, അതുമാതിരി ഇഞ്ചിയൊക്കെ ഞാൻ ഇത് നടാനും. അതുമാതിരി വാഴകൾ. കാക്കൂര് മറ്റു ജില്ലയിൽ നിന്ന് വന്നൊരു ടീച്ചർ അവരുടെ വീട്ടില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വിൽക്കുന്നുണ്ട്. പിന്നെ അവർ കർഷകരിൽ നിന്ന് മേടിച്ചിട്ട് ടീച്ചറുടെ വീട്ടില് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു കാര്യമാണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് അക്കുമോൻ. അച്ഛൻ, നിങ്ങളുടെ അച്ഛനൊക്കെ ആയിട്ട് കൃഷി തന്നെ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യണം. ജോലിയും കഴിഞ്ഞാൽ 100 വർഷമൊക്കെ ആയിട്ടുണ്ടാവൂലേ കൃഷി? പാരമ്പര്യമായിട്ട്. അച്ഛന് കൊല്ലംകോടാണ്. അച്ഛൻ കൊല്ലംകോട് നമ്മൾ കാമ്പർച്ച ഇവിടെ ഉണ്ടല്ലോ, നെന്മേനി. വിജയേട്ടനെ അറിയോ? അറിയാം. വിജയേട്ടൻ കാര്യം ഒരു ദോസ്താണ്. ഓ, അയാളാണ് ഗൃഹലക്ഷ്മി. ഗൃഹലക്ഷ്മി. അവരവിടെ 100 ഏക്കർ എന്തോ മാംഗോ വില്ലേജ് റിസോർട്ട് ഉണ്ട്. അപ്പൊ കൊല്ലംകോട് ഗൃഹലക്ഷ്മി വിജയേട്ടൻ ഇവരുടെ അച്ഛന്റെ ഫ്രണ്ട് ആണല്ലേ? അവർ ഞങ്ങളുടെ രാജാ സ്കൂളിൽ അവർ കുറെ ചെടികൾ, പപ്പായ ചെടി അതൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട് അവര്. പിന്നെ അവർക്ക് വളം, കീടനാശിനി, അതിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. പിന്നെ പാഡി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വിൽക്കാനുള്ള 2 കടകളുണ്ട്. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവർക്ക്. പിന്നെ അങ്ങനെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. നമുക്ക് പിന്നെ എന്താ അറിയോ, എനിക്ക് വേറെ ജോലിക്ക് താല്പര്യമില്ല. എനിക്ക് കാർഷിക മേഖലയില്ല നമ്മൾ ഇറങ്ങിയിരിക്കുക. അപ്പോൾ നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടി. അപ്പോൾ ആയിരിക്കും നമുക്ക് ഇതിൽ ഇറങ്ങുന്നവർക്ക്. അപ്പോൾ ഗൃഹലക്ഷ്മി വിജയേട്ടൻ്റെ ഒക്കെ വലിയ ഫ്രണ്ട്. അവർ കർഷക ഇതിൻ്റെ ഒരു ഈ വയനാട്ടിലൊരു രാമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളില്ലേ, ഈ പാളത്തൊപ്പിയൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു അവാർഡൊക്കെ കർഷക ശ്രേഷ്ഠ അതിലൊക്കെ ഉണ്ട്. അതിൽ ഈ പുള്ളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.